ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്നൊരു ബ്ലൈൻഡ് ബോക്സ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ ചാനലിലെ ആദ്യത്തെ റിക്വസ്റ്റ് ആണത്. അപ്പോൾ അതിന് A4 പേപ്പർ എടുക്കുക. ഞാൻ എടുത്ത മെഷർമെൻറ്റ്സ് ഇവിടെ 10 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ, ഇവിടെ 10 സെൻറ്റിമീറ്റർ, ഇവിടെ 4 സെൻറ്റിമീറ്റർ. ഈ ഏരിയാസൊക്കെ 2.5 സെൻറ്റിമീറ്റർ ആണ്. ഇതിൻ്റെ പാറ്റേൺ ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ വല്ലതും ലിങ്ക് ചെയ്യാം. ഞാനും ഈ മെഷർമെൻറ്റ്സ് വെച്ചുള്ള ക്രാഫ്റ്റുകളൊന്നും അധികം ഒത്തുപോകത്തില്ല. അതുകൊണ്ടാണ് ഈ ബാക്കിൽ ഫുൾ നിങ്ങൾ കാണുന്ന പാടുകൾ ഫുൾ ഫോൾഡ് ചെയ്ത്. അപ്പോൾ ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്ന ബ്ലൈൻഡ് ബോക്സ് BT200. അപ്പോൾ ആ 10 സെൻറ്റിമീറ്ററിൻ്റെ ഒരു ഏരിയ, ആ 2 സെൻറ്റിമീറ്ററിൻ്റെ അടുത്ത് വരുന്ന ഏരിയയാണ് ഞാൻ ചൂസ് ചെയ്തത്. അവിടെ ഞാൻ ആ ക്യാരക്ടേഴ്സ് എല്ലാം വരച്ച് വയ്ക്കുകയാണ്. മൊത്തം 7 ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെ എല്ലാം പിക്ചേഴ്സ് വരയ്ക്കുകയാണ്. അപ്പോൾ ഈ പിക്ചർ കൂടി ഞാൻ ഏതാണോ നോക്കി വരച്ചാൽ അത് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ലിങ്ക് ചെയ്യാം. അപ്പോൾ വേണമെന്നുള്ളവർക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വരയ്ക്കുകയോ അല്ലെങ്കിൽ അത് നോക്കി വരയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഇനി ഇത് ഫുൾ വരച്ച് നമ്മൾ കളർ ചെയ്തെടുക്കണം. ആക്ച്വലി ഞാൻ ഇത്ര നന്നായിട്ട് വരുമെന്ന് ഞാൻ ആക്ച്വലി ഈ ചാനലിൽ ആരെങ്കിലും റിക്വസ്റ്റ് ഇടുമെന്നോ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അത് ഇത്ര പെട്ടെന്ന്. അപ്പോൾ ആ കുട്ടി റിക്വസ്റ്റ് ഇട്ട സമയത്ത് എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷം തോന്നി. അത് അപ്പം തന്നെ ചെയ്ത് തീർക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ ചില സാഹചര്യം കാരണം സമയം കിട്ടാത്തത് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എത്ര പെട്ടെന്ന് പറ്റുമോ അത്രയും പെട്ടെന്ന് ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പോൾ ഇനി നമ്മൾ വരച്ച് കഴിഞ്ഞിട്ട് ഈ ലൈൻസ് ഞാൻ കാണിക്കുന്നില്ല, നമ്മൾ വരച്ചേ ആ ടെംപ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആ ലൈൻസിൻ്റെ അവിടെ വെച്ച് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. അത് കളർ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യണമെന്നില്ല, അത് കളർ ചെയ്തതിന് ശേഷം ചെയ്താലും മതി. ഞാൻ ജസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്ത് വെക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അവിടെ ഇതേപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കും. ഇത് നമുക്ക് കളർ ചെയ്തെടുക്കാം. ഇത് ഞാൻ സ്കെച്ച് യൂസ് ചെയ്താണ് കളർ ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ ആൽക്കഹോൾ മാർക്കേഴ്സോ ക്രയോൺസോ പെൻസിലോ എന്തുണ്ടെങ്കിലും അത് വെച്ച് ചെയ്യാം. ഇതാകുമ്പോൾ കുറച്ചും കൂടി എളുപ്പമാണെന്ന് എനിക്ക് തോന്നി. പിന്നെ കുറച്ചും കൂടെ പ്രിസൈസ് ആയിട്ട് ചെറിയ ഇമേജസ് കളർ ചെയ്താൽ എടുക്കാൻ പറ്റും. അങ്ങനെ സ്കെച്ച് വെച്ച് ഔട്ട്ലൈൻ കൊടുത്തതിന് ശേഷം നമ്മൾ സ്കെച്ച് വെച്ച് കളർ ചെയ്യണം. ഈ വീഡിയോ ആക്ച്വലി ഞാൻ ഷോർട്സ് ആയിട്ട് ഇടത്തുള്ളൂ. പക്ഷേ എഡിറ്റ് ചെയ്ത് വന്നിട്ട് ഇതെന്താ പറയുക 3 മിനിറ്റ് 5 മിനിറ്റൊക്കെ ആയിപ്പോയി. എനിക്ക് വെട്ടിക്കുറയ്ക്കാൻ പറ്റുന്നില്ലായിരുന്നു. പിന്നെ നമ്മൾ ഇമേജസിൻ്റെ ഓപ്ഷൻസ് ഇത് വരച്ചതും ഇനി നമ്മൾ ഇതിൻ്റെ എന്താ പറയുക ബ്ലൈൻഡ് ബോക്സ് എന്ന് എഴുതുന്നത് ആ 10 സെൻറ്റിമീറ്ററിൻ്റെ അവിടെ ആയിരിക്കും. അവിടെ ഫ്രണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡിസൈൻ ചെയ്യാം. ഞാൻ സിമ്പിളായിട്ടാണ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ QR കോഡ് ബാർകോഡൊക്കെ ഈ സൈഡിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് ഔട്ട്ലൈൻ നിർബന്ധമില്ല, ഞാൻ ജസ്റ്റ് ചെയ്തെന്നേ ഉള്ളൂ. പിന്നെ ഒരു പർപ്പിൾ ഹാർട്ട് ഇല്ലാതെ എനിക്കിത് അവസാനിപ്പിക്കാൻ തോന്നിയില്ല. പിന്നെ നമ്മളുടെ ഈ ലൈൻസ് ഇവിടെ ഈ ഭാഗങ്ങൾ കട്ട് ചെയ്ത് കൊടുക്കുക. ഇത് നമുക്ക് ഫോൾഡ് ചെയ്യാനുള്ള ഏരിയാസാണ്. കട്ട് ചെയ്തതിന് ശേഷം ഇനി നമ്മൾ 2 സെൻറ്റിമീറ്റർ എന്ന് എഴുതിയില്ലേ, ആ ഏരിയ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്തിട്ട് അപ്പുറത്തെ എൻഡ് 4 സെൻറ്റിമീറ്ററിൻ്റെ ആ എൻഡ് വെച്ച് ഗ്ലൂ ചെയ്യണം. ഇത് അത്യാവശ്യം എളുപ്പമാണ് ഞാൻ പറയുന്നത്, അത്ര കോംപ്ലിക്കേറ്റഡ് അല്ല. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ ബോട്ടം നമ്മൾ എന്താ പറയുക ഫോൾഡ് ചെയ്തെടുക്കുകയാണ്. ടോപ്പ് നമ്മളിപ്പോൾ ബോക്സ് അങ്ങനെ റെഡിയായി. ഇനി നമുക്ക് സ്ക്വിഷി റെഡിയാക്കാം. ഇതേത് ക്യാരക്ടറാണെന്ന് മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക. അപ്പോൾ മാർക്കർ യൂസ് ചെയ്യാൻ നോക്കിയാണ്. മാർക്കർ ചെറുതായിട്ട് പോര് വരയുന്നു. ആരും കണ്ടില്ലല്ലോ അല്ലേ. ഇതിനും നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ കയ്യിൽ എന്ത് കളറുണ്ടോ അത് യൂസ് ചെയ്യുക. അപ്പോൾ അത് വെച്ച് ഫുള്ള് ചെയ്തെടുക്കുകയാണ്. സാധാരണ ഈ ക്യാരക്ടേഴ്സിനെ വരയ്ക്കുമ്പോൾ അത് അത്ര ക്യൂട്ട്നെസ് അതേപോലെ എടുക്കാൻ പറ്റില്ല. ഈ ക്യാരക്ടർ അത്യാവശ്യം നല്ല ക്യൂട്ടാണ്, ക്യൂട്ട്നെസ് ഓവർലോഡാണ്. പൊതുവേ വരാറില്ല, പക്ഷെ ഇത്തവണ ഞാൻ എന്തോ ചെയ്തപ്പോൾ എനിക്കിഷ്ടമായി. നല്ലപോലെ ഓൾമോസ്റ്റ് അതേപോലെ വന്നെന്ന് എനിക്ക് തോന്നി. ഞാൻ സാധാ വീഡിയോ എടുക്കുമ്പോൾ എന്ത് ചെയ്താലും കൊളാവാറാണ് പതിവ്. അപ്പോൾ സെല്ലോ ടാപ്പ് ഒട്ടിച്ച് കവർ ചെയ്തതിന് ശേഷം ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഞാൻ ഇതിൻ്റെ ബാക്കിൽ ഒരു പേപ്പർ കൂടെ ഉണ്ടായിരുന്നു, അപ്പോൾ സെയിം മെഷർമെൻറ്റിൽ കിട്ടി. അപ്പോൾ ഇത് കട്ട് ചെയ്തെടുത്ത് അതിലും സെല്ലോ ടാപ്പ് ഒട്ടിക്കുകയാണ്. അപ്പോൾ രണ്ടും കട്ട് ചെയ്തതിന് ശേഷം രണ്ടിനെയും സെല്ലോ ടാപ്പ് വെച്ച് നമ്മൾ ഒട്ടിക്കുകയാണ്. ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചെറിയൊരു പോർഷൻ വിട്ടിരിക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കോട്ടൺ വയ്ക്കുക. എൻ്റെ കയ്യിൽ 2 ടൈപ്പ് കോട്ടൺ ഉണ്ട്. ഈ റൈറ്റ് ഹാൻഡിലിരുന്ന കോട്ടൺ വേറെ ഒരു ക്രാഫ്റ്റ് ഐഡിയ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഗെസ് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ പറയുക. അപ്പോൾ നമ്മുടെ സ്ക്വിഷ് റെഡിയായി. അത്യാവശ്യം നന്നായിട്ട് തന്നെ വന്നു. എനിക്കൊത്തിരി ഇഷ്ടമായി. എനിക്ക് ഈ ഇടയ്ക്ക് ചെയ്തതിൽ ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു ക്രാഫ്റ്റ് ഇതാണ്. ഫസ്റ്റ് ടൈമാണ് ഞാൻ ബ്ലൈൻഡ് ബോക്സ് ചെയ്തത്. ബട്ട് ഫസ്റ്റ് ടൈമിന് അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത്